ഇനിയുമുണ്ട് ബൈത്ത്. അടുത്ത ബൈത്ത് എന്താണ്? അശറക ബൈത്ത്. എന്താണ്? അശറക ബൈത്ത്. എന്താണ് അതിൽ പറയുന്നത്? അബ്ദുകൽ മിസ്കീനു യർജു ഫദ്ലകൽ ജമ്മൽ ഗഫീറ. റസൂലിനോടാണ് പറയുന്നത്, നിന്റെ പാവപ്പെട്ടവനായ ഒരു അടിമ എന്താണ് നിന്റെ അടുക്കലേക്ക് വന്നിരിക്കുകയാണ്. എന്തിനു വേണ്ടി? അങ്ങയുടെ ഔദാര്യത്തിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട്. ഇതൊക്കെ ആരോട് പറയേണ്ടതാ സഹോദരങ്ങളെ? അല്ലാഹു സുബ്ഹാനഹു വ തആലയിലല്ലേ നമ്മൾ പ്രതീക്ഷ അർപ്പിക്കുന്നത്. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു. നോക്കൂ, എന്നിട്ട് പറയാണ് ഫീക ഖദ് അഹ്സൻത ظന്നി യാ ബശീറു യാ നദീർ. എന്താണ്? നിങ്ങളെപ്പറ്റി ഞാൻ നല്ല വിചാരം വെച്ച് പുലർത്തിയിരിക്കുകയാണ്. യാ ബഷീറു യാ നദീർ, സന്തോഷ വാർത്തയും താക്കീതും അറിയിക്കുന്ന റസൂലെ. ഫഅഗിസ്നി വഅജിർനി, റസൂലെ എന്നെ സഹായിക്കണമേ, എന്നെ രക്ഷപ്പെടുത്തണമേ. യാ മുജീറു മിനസ് സഈരി, നരകത്തിൽ നിന്ന് കാത്തു രക്ഷിക്കുന്ന റസൂലെ എന്നെ സഹായിക്കണമേ എന്ന്. ഇതിൽ ഇവർ അള്ളാഹ്ക്ക് എന്താണ് ബാക്കി വെച്ചത്? ആരാണ് അള്ളാഹു? ഇനി അള്ളാഹുവിനോട് എന്താണ് ചോദിക്കാനുള്ളത്? എല്ലാം റസൂലിനോട് ചോദിച്ചു കഴിഞ്ഞു. സഹായവും അതുപോലെ തന്നെ രക്ഷയും നരകത്തിൽ നിന്ന് കാക്കലും കഴിഞ്ഞിട്ടില്ല. യാ ഖിയാസി യാ മലാദി, എൻ്റെ സഹായമേ, എൻ്റെ അവലംബമേ. ഫീ മുലിമ്മാത്തിൽ ഉമൂരി, പ്രയാസങ്ങൾ വരുമ്പോൾ എൻ്റെ അഭയകേന്ദ്രമേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് പാടി പറയുകയാണ്. നല്ല ഈണത്താലും ദഫിൻ്റെ അകമ്പടിയോടുകൂടി ഇതാ അവർ ഇങ്ങനെ പാടി പറയുകയാണ്. ഈ പറയുന്നതിൻ്റെ അർത്ഥം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും കോപമുള്ള ശിർക്ക്, ഏറ്റവും കോപമുള്ള ശിർക്കാണ് പാടി പറയുന്നത്. നോക്കൂ സഹോദരങ്ങളെ, ചുരുങ്ങിയതൊരു മുസ്ലിം 17 തവണ ദിവസവും 17 തവണ പാരായണം ചെയ്യുകയാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ നിന്നോട് മാത്രം, ഈ മാത്രമാണ് പ്രശ്നം. അല്ലാഹുവേ നിന്നോട് മാത്രം നമ്മൾ സഹായം ചോദിക്കുന്നു, നിന്നെ മാത്രം നമ്മൾ ഇബാദത്ത് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു മുസ്ലിമിന് എങ്ങനെയാണ് ഇത് പാരായണം ചെയ്യാൻ സാധിക്കുക? ഇതിൻ്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട് എങ്ങനെ സാധിക്കും? അതുപോലെ തന്നെ സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ പിതൃവ്യ പുത്രനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് കൊച്ചുകുട്ടിയായിരിക്കെ പഠിപ്പിച്ചു കൊടുത്ത കാര്യം എന്താണ്? നിങ്ങൾ ഈ ഹദീസ് ഒന്ന് കേട്ടു നോക്കണം. ഈ ഒരു ഹദീസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു അബ്ബാസിന് ഇത് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ചെറിയ പ്രായമാണ്. അവിടുന്ന് വിളിക്കുന്നത് തന്നെ എന്താണ്? യാ ഗുലാം, അല്ലയോ എൻ്റെ കുഞ്ഞു മകനെ. റസൂൽ വിളിക്കുകയാണ്. ഗുലാം എന്ന് പറഞ്ഞാൽ 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് ഗുലാം എന്ന് പൊതുവെ പറയാറുള്ളത്. യാ ഗുലാം, എൻ്റെ കൊച്ചു മകനെ. ഇന്നി ഉഅല്ലിമുക ബികലിമാത്തിൻ, ഞാൻ നിനക്ക് ചില വാക്കുകൾ പഠിപ്പിച്ചു തരാം. ഇഹ്ഫദില്ലാഹ യഹ്ഫദ്ക്, നീ അള്ളാഹുവിനെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നിന്നെ സംരക്ഷിക്കുന്നതാണ്. ഇഹ്ഫദില്ലാഹ തജിദുഹു തുജാഹക, നീ അള്ളാഹുവിനെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നിനക്ക് പ്രയാസം വരുമ്പോൾ, നിനക്ക് ഏതൊരു പ്രയാസഘട്ടം വന്നു കഴിഞ്ഞാലും, നിനക്ക് ഏതേത് സഹായം ആവശ്യം വന്നു കഴിഞ്ഞാലും അള്ളാഹുവെ സഹായവുമായി നിനക്ക് നിൻ്റെ മുമ്പിൽ കാണാം. ലാ ഇലാഹ ഇല്ലല്ലാഹ്. നോക്കൂ സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ പറഞ്ഞോ നിനക്ക് പ്രയാസം വന്നു കഴിഞ്ഞാൽ അഭയകേന്ദ്രമായി ഞാൻ നിനക്കുണ്ട് എന്ന്? റസൂൽ പറഞ്ഞോ? അല്ലെങ്കിൽ നിനക്ക് പ്രയാസങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞാനാണ് ഖിയാസും മലാദും എല്ലാം ഞാനാണ്, നീ പറഞ്ഞോ എന്ന് ഇബ്നു അബ്ബാസിനോട് പറഞ്ഞു കൊടുത്തോ? റസൂലിൻ്റെ കുടുംബക്കാരനാണ്, റസൂലിന് ഏറ്റവും കൂടുതൽ നസീഹത്ത് ഉണ്ടാകേണ്ട വ്യക്തിയാണ്. ഇവിടെയുള്ള ആളുകൾ അങ്ങനെയല്ലേ പറയുന്നത് റസൂലിൻ്റെ മദ്ഹാണ് എന്നുള്ളത്? ഇത് ശിർക്കാണ്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ പിതൃവ്യ പുത്രന് പറഞ്ഞു കൊടുക്കുന്നത് ഇഹ്ഫദില്ലാഹ തജിദുഹു തുജാഹക. എന്നിട്ട് വീണ്ടും അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന വാക്കുകൾ ഒരു മുസ്ലിം അവൻ്റെ ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കേണ്ട വാക്കുകളാണ്. ഇദാ സഅൽത ഫസ്അലില്ലാഹ്, നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവോട് മാത്രം ചോദിക്കുക. വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ സഹായാഭ്യർത്ഥന നടത്തുകയാണെങ്കിൽ അത് അള്ളാഹുവോട് മാത്രം നടത്തുക. നോക്കൂ സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യം ഇതാണ്. പിന്നെ എങ്ങനെയാണ് ഒരു മുസ്ലിമിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാൻ സാധിക്കുക? എത്രയെത്ര ഹദീസുകളിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവോട് ചോദിക്കണം, നിങ്ങൾ അള്ളാഹുവോട് മാത്രം തേടണം, നിങ്ങൾ അള്ളാഹുവോട് മാത്രം സഹായ അഭ്യർത്ഥന നടത്തണം എന്ന് എത്രയെത്ര ഹദീസുകളിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുന്നുണ്ട്. നോക്കൂ സഹോദരങ്ങളെ, ഖുർആനിലും സുന്നത്തിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാണിക്കേണ്ടതായ മര്യാദകൾ എത്ര പറയുന്നുണ്ട്. നമുക്കറിയുന്ന സൂറത്താണ് സൂറത്തുൽ ഹുജറാത്ത്. അതിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാണിക്കേണ്ടതായ മര്യാദകൾ എത്ര പറയുന്നുണ്ട്.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ശബ്ദം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദത്തിന് മുകളിൽ ഉയരാൻ പാടില്ല. ഒരു മര്യാദ. രണ്ടാമത്തേത്, നിങ്ങൾ പരസ്പരം വിളിക്കുന്നത് പോലുള്ള പേരുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിക്കാൻ പാടില്ല. അതുപോലെ തന്നെ റസൂൽ വീട്ടിലുണ്ടാകുമ്പോൾ അവിടത്തേക്ക് പുറത്തിറങ്ങുന്നത് വരെ നിങ്ങൾ പ്രയാസപ്പെടുത്തരുത്. ഇങ്ങനെ മര്യാദകൾ ധാരാളം മര്യാദകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാധ്യതയിൽ അല്ലെങ്കിൽ റസൂലിനോട് നമ്മൾ കാണിക്കേണ്ടതായ കാര്യങ്ങളായി നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിലേതെങ്കിലും ഖുർആനിൽ ഏതെങ്കിലും ഒരു സൂറത്ത് അല്ലെങ്കിൽ വേണ്ട ഏതെങ്കിലും ഒരു ആയത്തിൽ നിങ്ങൾക്കിതാ പ്രയാസങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ റസൂലിലേക്ക് തിരിയണമെന്ന് പറയുന്ന ഏതെങ്കിലും ഒരായത്ത്, സൂറത്ത് വേണ്ട, ഏതെങ്കിലും ഒരായത്ത് നമുക്ക് ഖുർആൻ ഒന്നാമത്തെ സൂറത്ത് മുതൽ അവസാനത്തെ സൂറത്ത് വരെ നമുക്ക് കാണിക്കാൻ സാധിക്കും. അള്ളാഹുവോട് മാത്രം തേടാൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഖുർആനിലെ ഒന്നാമത്തെ സൂറത്ത് എടുത്ത് അവസാനത്തെ സൂറത്ത് വരെ പാരായണം ചെയ്താൽ അള്ളാഹുവോട് ചോദിക്കാൻ ധാരാളം തെളിവുകൾ നമുക്ക് കാണാൻ സാധിക്കും. വെല്ലുവിളിക്കുന്നു. ഈ പറയുന്ന ആളുകളെ വെല്ലുവിളിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് തേടാൻ നിങ്ങൾക്ക് ഖുർആനിൽ നിന്ന് ഏതെങ്കിലും ഒരായത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കുമോ? ഇനി ഇതാ ധാരാളക്കണക്കിന് ഹദീസുകൾ ഇവിടെ ഇതാ ലഭ്യമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു തേടാൻ നല്ല സിഹത്തുള്ള സനദോടുകൂടിയ ഒരു ഹദീസ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കുമോ? ഇലാ ഖിയാമിസ് സഅ നിങ്ങൾക്ക് സാധിക്കുകയില്ല. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ നബിമാരും വന്നത് എന്തിനു വേണ്ടിയാണ്? വലഖദ് ബഅത്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. എല്ലാ സമുദായത്തിലേക്കും നാം റസൂലുമാരെ നിയോഗിച്ചത് എന്തിനു വേണ്ടിയാണ്? അള്ളാഹുവെ മാത്രം ഇബാദത്ത് ചെയ്യണമെന്ന് പറയാനും അവന് പുറമേയുള്ള എല്ലാ ദുർമൂർത്തികളെ വെടിയാനുമാണ് ഓരോ റസൂലുമാരെയും നമ്മൾ നിയോഗിച്ചത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പല അങ്ങാടികളിലും പോയി, പല ആളുകൾ കൂടുന്ന സ്ഥലത്തും പോയി പറഞ്ഞ കാര്യം എന്താണ് പറഞ്ഞത്? യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക, നിങ്ങളത് അംഗീകരിക്കുക. അള്ളാഹു മാത്രമാണ് ആരാധനക്ക് അർഹനെന്നുള്ള കാര്യം നിങ്ങളത് അംഗീകരിക്കുക. നിങ്ങൾക്ക് എന്താണ് ലഭിക്കാനുള്ളത്? തുഫ്ലിഹു, നിങ്ങൾ വിജയിക്കും. നിങ്ങൾക്ക് ലഭിക്കാനുള്ളത് ആകാശഭൂമികളെക്കാൾ വിസ്തീർണമുള്ള സ്വർഗമാണ് നിങ്ങൾക്ക് ലഭിക്കാനുള്ളത്. ഓരോ നബിമാരും പറഞ്ഞ കാര്യം ഇതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം.